അതിന്റെ ചില ഭാഗങ്ങളും ഉദ്ധരിച്ച് ജനസഞ്ചയത്തെ മഹിതമായ ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ നൗകയിലേക്ക് പോകുന്നതിന് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നത് ഏത് പണ്ഡിത സംഘടനയുടെ നേതൃസ്ഥാനത്തിലിരിക്കുന്ന ആളുകളാണെങ്കിലും പ്രോത്സാഹനജനകമല്ലെന്ന് വിനയപുരസ്സരം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ശരിയാണോ? കഴിഞ്ഞില്ല. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഫഖീഹ് ചോദ്യം നിർത്തിയിട്ടില്ല. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതെങ്ങനെയെന്നറിയാം. അതല്ല വലിയ രസം. ഇബ്രീസിൽ 207-8 പേജിലാതുള്ളത്. മൂപ്പര് 207-8 നമ്പർ ഇട്ട് തന്നെ കൊടുക്കുന്നത്. ആ പേജിലുള്ളതാണ് മാറ്റി മറിച്ചിട്ട് അപകടകരമായി ആളുകൾക്ക് ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് അനുകൂലമായി തെളിവെന്ന് പറഞ്ഞുകൊണ്ട് കൈമാറുന്നത്. അപകടല്ലേ? ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണ്ടേ? ഈ പ്രസംഗം അവര് കേൾക്കുന്നില്ലെങ്കിൽ സംഘാടകർ പോയിട്ട് അവരെ ബോധ്യപ്പെടുത്തണ്ടേ? ഉസ്താദെ അപകടത്തിക്കാ പോണത്. അല്ലാതെ ഞാനിത് പറയുമ്പോ അബ്ബാസൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദൊക്കെ, അപകടമായില്ലേ? നമ്മളെ നേതാവാകാൻ പറ്റുമോ? ആരാ നിങ്ങളെ നേതാവ്? എന്താ നിങ്ങളെ പരിപാടി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മഹിതമായ മാർഗത്തിലേക്ക് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന, അതിനുവേണ്ടി തെളിവുകൾ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നവനാ നേതാവ്. എന്താ നമ്മളെ പരിപാടി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ വഴിയിൽ നിന്ന് മാറ്റി നിർത്തലേ നമ്മളെ പരിപാടി. ഇങ്ങനെയായ അപകടമല്ലേ? അല്ലേ? എന്നിട്ട് ഈ ഫഖീഹ് ചോദിക്കാണ്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? മഹാനുഭാവൻ വിശദമായി 208 പേജിൽ തന്നെ പറയാൻ, ഇന്നൽ മൗസൂഫൽ മദ്കൂറ മുതഅദ്ദിദുൻ വൽഹംദുലില്ലാഹ്. എന്താണ് ആ പദപ്രയോഗം? ഇന്നൽ മൗസൂഫൽ മദ്കൂറ മുതഅദ്ദിദുൻ വൽഹംദുലില്ലാഹ്. ഇത്തരം വിശേഷണങ്ങളുള്ള ആളുകൾ ധാരാളമുണ്ട്. ഒരാളല്ല, ഒറ്റപ്പെട്ടയാളല്ല. മുതഅദ്ദിദുൻ ധാരാളമുണ്ട്. വൽഹംദുലില്ലാഹ് സർവശക്തന്റെ സ്തുതി എന്ന് പറഞ്ഞിട്ട് പറയാണ്. എവിടെയാള്? ആകാശത്തല്ല. ഫിൽ ബിലാദി വൽ ഇബാദ്. ഫിൽ ബിലാദി വൽ ഇബാദ്. ആളുകൾക്കിടയിൽ, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ തന്നെയുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര ലളിതായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് മഹാന്മാരില്ല, ഔലിയാക്കളില്ല, തർബിയത്ത് മുറിഞ്ഞു, കാണുന്ന മഹത്തുക്കളെ മുഴുവൻ സുന്നത്തമായത്തിന്റെ വലയത്തിൽ നിന്ന് പുറത്തിടാൻ വേണ്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് വിശദീകരണം എന്ന പേരിൽ മാമാങ്കം നടത്തുന്ന ആളുകളോട് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഇതേ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഫലാ തഖ്റുജ് അൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇല്ലെന്ന് പറഞ്ഞ്, അവരെ കിട്ടാനില്ലെന്ന് പറഞ്ഞ്, തർബിയത്ത് മുറിഞ്ഞെന്ന് പറഞ്ഞ്, ഫലാ തഖ്റുജ് അൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ നിന്ന് നീ പുറത്തു പോകണ്ട. അതുകൊണ്ട് വത്ലുബുഹു തജിദുബുഹു, അത്തരം ആളുകളെ അന്വേഷിച്ച് പിടിച്ചോൻ. സുന്നിയാകണോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തിലേക്ക് വിളിക്കുന്ന മഹാമനീഷികളെ തേടി പിടിച്ചാലേ സുന്നിയാകൂ. അവരൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വരുന്നവരെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ സുന്നത്തമായത്തിന്റെ മഹിതമായ ബൗണ്ടറിക്ക് പുറത്താണ് എന്ന് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞില്ല. പ്രസ്തുത കിതാബിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഈ ഹിമ്മത്ത് ഹാലൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ കിതാബിൽ ഹിമ്മത്ത് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വിശദീകരണ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഉലമാക്കളേറ്റ് പറയുമ്പോ നക്കല് കൊണ്ടുവരണം. നക്കല് കൊണ്ടുവരണം. ഈ നക്കല് കണ്ടാൽ അക്കലുള്ള ആൾക്കാർക്ക് മാറാൻ സമയമായില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്താ പറയുന്ന? ഹിമ്മത്ത് എന്താണ്? മനസാക്ഷിക്കനുസരിച്ച് എന്നല്ല. മനസാക്ഷിക്കനുസരിച്ച് മൻഹലെടുത്ത് അർത്ഥം വെക്കല.
അങ്ങനെയാണോ മഹത്തുക്കളായ സൂഫി വര്യന്മാരായ മഹാമനീഷികളുടെ ഇസ്തിലാഹാത്ത് നാം പ്രയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്? അതിന് ഇത്ര വലിയൊരു സെക്രട്ടറിയായി നടക്കേണ്ടതുണ്ടോ? നോക്കൂ നിങ്ങൾ, അതും അതിൽ ചോദിക്കാണ് എന്താണ് ഇമ്മത്ത് ഹാൽ എന്ന് ചോദിക്കാൻ. അതിന് മറുപടി ചോദ്യത്തിൽ ഒമാമാന തർബിയത്തിഹി ലഹു ബിൽ ഹാലി വൽ ഹിമ്മ, എന്താണ് ആ പരിപാടി? അത് ഉത്തരം നൽകുകയാണ് അതിന് ഫാജാബ് റളിയല്ലാഹു അൻഹു ബിഅന്ന ഹിമ്മത ശൈഖിൽ കാമിലി ഹിയ നൂറു ഈമാനിഹി ബില്ലാഹി അസ്സ വജല്ല വബി യുറബ്ബിൽ മുരീദ വയുറഖീഹി മിൻ ഹാലത്തിൻ ഇലാ ഹാല. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ത്വരീഖത്ത് സാങ്കേതികാർത്ഥത്തിലുള്ള ഇപ്പോ പരിചയപ്പെട്ട ആ ഇസ്തിലാഹിൽ അറിയപ്പെട്ട തർബിയത്തും അതിനൊക്കെ മുമ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തർബിയത്തിനാണ് ഹിമ്മത്ത് ഹാല് കൊണ്ടുള്ള തർബിയത്ത് എന്ന് പറയുന്നത് എന്ന് മഹാനുഭാവൻ പഠിപ്പിച്ചു കൊടുക്കുക. ബിഅന്ന ഹിമ്മത്ത ശൈഖിൽ കാമിലി ഹിയ നൂറു ഈമാനിഹി ബില്ലാഹി അസ്സ വജല്ല. പരിശുദ്ധമായ നൂറ് കൊണ്ട്, നൂറാണ് കാമിലായ ശൈഖിൽ, ആ നൂറ് കൊണ്ട് യുറബ്ബിൽ മുരീദ വയുറഖീഹി മിൻ ഹാലത്തിൻ ഇലാ ഹാല, പടിപടിയായി മുരീദിനെ തർബിയത്ത് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ പരിപാടിക്കാണ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ സ്വഹാബത്തിന്റെ കാലത്ത്, താബിഊകളുടെ കാലത്ത്, തബഉ താബിഈകളുടെ കാലത്ത് ഒക്കെ നടന്ന ശരിയായ തർബിയത്തിനെ കുറിച്ചാണ് ഹിമ്മത്ത് ഹാല് കൊണ്ടുള്ള തർബിയത്ത് എന്ന് പറഞ്ഞതെന്ന് അതേ കിതാബിൽ രേഖപ്പെടുത്തിയത് നോക്കിയെടുത്ത് ആളുകളോട് പറയാനുള്ള ആർജവത്വം കാണിക്കുന്നതിന് പകരം വക്രീകൃതമായ സംഘടന രൂപീകരിച്ച ആശയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ മഹിതമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിവെക്കപ്പെട്ട കിതാബുകളിലെ ഉദ്ധരണികൾ വക്രീകരിക്കുന്ന അപകടകരമായ രംഗവേദികൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളോട് മഹാനുഭാവൻ പറയുന്നു, ഫലാ തഖ്റുജ് അൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ നിന്ന് പുറത്തു പോകാനുള്ള പണിയെടുക്കണ്ട. നിങ്ങൾ ഒരു പുറത്ത് കാരണോണ്ട് പുറത്തു പോവില്ല, മറ്റോല് പുറത്താക്കല്ല ഔത്താക്കണ പരിപാടി നിങ്ങൾക്കുണ്ടോ? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഹാലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഹാലുൽ ഖുലൂബി ഇൻദ റുഇയതിഹി ലിദിക്രില്ലാ. ഹാല് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹാലുൽ ഖുലൂബ് ഇൻദ റുഇയതിഹി ലിദിക്രില്ലാ. ശൈഖനെ കാണുന്ന സമയത്ത് ദിക്റ് ഉണരുക, മനസ്സിൽ ദിക്റ് ചാലുവാക്കുക, അള്ളാനെ ഓർമ്മ വരിക. ഹാല് പിന്നെ സാക്ഷിക്കനുസരിച്ചും അങ്ങനെയല്ല. എന്നിട്ട് അപ്പോ ഇത് മുറിഞ്ഞു പോയി. അദ്ദേഹം വീണ്ടും ആ ഉദ്ധരണിയിൽ പറയുകയാണ്, ഹിജ്റ 824 ശേഷം തർബിയത്ത് ഉയർന്നു പോയി എന്നതിന് അർത്ഥം മുറബിയായ ഷെയ്ഖ് തീരെ ഇല്ലാതായി എന്നല്ല. പിന്നെ വ്യാജ ഷെയ്ഖുമാരുടെ ശക്തമായ അരങ്ങേറ്റം കാരണത്താൽ അവർ തർബിയത്ത് ഉപേക്ഷിക്കുകയും പൊതുരംഗത്ത് നിന്ന് മാറുകയും സ്വന്തം പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്തു എന്ന്. മനസ്സിലായില്ല? വലിയ കുട്ടൻസുള്ള വാക്കാണ്, ഉദ്ധരണിയാണ് കൊടുത്തിട്ടുള്ളത്. 824 ഹിജ്റ 824 ശേഷം തർബിയത്ത് ഉയർന്നു പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുറബിയായ ഷെയ്ഖ് തീരെ ഇല്ലാതായി എന്നല്ല. വ്യാജ ഷെയ്ഖുമാരുടെ ശക്തമായ അരങ്ങേറ്റം കാരണം, അരങ്ങേറ്റം കാരണം അവർ തർബിയത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് പൊതുരംഗത്ത് നിന്ന് മാറി. ഇപ്പൊ കമ്മിറ്റിയിലും പ്രസിഡന്റ് സെക്രട്ടറി പോസ്റ്റിലൊന്നും ഇല്ല, യോഗത്തിനും സംഘടനന്റെ പരിപാടിക്കൊന്നുമില്ല, ആൾക്കാരെടുത്തേക്കില്ല. പിന്നെന്താ മൂപ്പർക്ക് പരിപാടി? മൂപ്പര് സ്വന്തം പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. ആരെങ്കിലും അത്തരക്കാരെ ബൈഅത്തിന് ആവശ്യപ്പെട്ടാൽ പോലും തബറുക്കിന്റെയോ തൗബയുടെയോ ചില ദിക്ർ ചെല്ലാൻ വേണ്ടിയുള്ളതോ ആയ ബൈഅത്ത് മാത്രമേ അവർ ചെയ്യൂ. അതുതന്നെ വലിയ നേട്ടമാണ്. അപ്പൊ സംഗതി ഇപ്പൊ കിട്ടാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുന്നത് 2006-ലാണ്.
ഇപ്പോഴുള്ള പ്രസിഡന്റും മൂപ്പരും മരിച്ച പ്രസിഡന്റും അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ.